ദില്ലി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ഇഡി നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇത് നാലാമത്തെ തവണയാണ് കെജ്രിവാളിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 തവണയും അദ്ദേഹം ഹാജരാകില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാര നടപടിയാണ് ഇഡി നോട്ടീസ് വഴി തങ്ങൾക്ക് ലഭിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ തന്നെയുള്ള ഒരു നടപടിയുടെ പ്രതികാര ഫലമായാണ് ഇഡിയുടെ നിരന്തരമായ നോട്ടീസ്. ദില്ലി മദ്യനയ അഴിമതി കേസ് തന്നെ ഇത്തരത്തിൽ കെട്ടിപ്പൊക്കിയ ഒരു കേസാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് കഴിഞ്ഞ 3 തവണയും അരവിന്ദ് കെജ്രിവാൾ ഇഡിക്ക് മുൻപാകെ ഹാജരാകാതിരുന്നത്. ഇനി എന്തായിരിക്കും ഇഡിയുടെ ഒരു നടപടി? വീണ്ടും നോട്ടീസ് അയച്ച അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിനായി വരുമെന്ന് കാത്തിരിക്കുമോ, അതല്ലെങ്കിൽ ഒരു നേരിട്ടുള്ള അറസ്റ്റ് നടപടികളിലേക്ക് ഇഡി കടക്കുമോ? വിശദാംശങ്ങൾ. അരവിന്ദ് കെജ്രിവാളിന് ഇത് 4ാം തവണയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കുന്നത്. ദില്ലി മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് മുമ്പിൽ ഹാജരായിട്ടുണ്ടായിരുന്നില്ല. 3 തവണയും ഈ ഒരു കത്തിന് മറുപടി നൽകുവാനോ നേരിട്ട് ഹാജരാകുമോ തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും അരവിന്ദ് കെജ്രിവാളോ ആം ആദ്മി പാർട്ടിയോ പ്രതികരിച്ചിരുന്നില്ല. കഴിഞ്ഞ തവണ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ വഹിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് അരവിന്ദ് കെജ്രിവാൾ 1ാമത്തെ നോട്ടീസ് മുതൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾക്ക് നേരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും CBI പോലെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ പാർട്ടിയെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ നയം വ്യക്തമാക്കുന്ന പാർട്ടികൾക്കെതിരെ വേട്ടയാടുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നാണ് കെജ്രിവാൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നിലപാട് തന്നെയായിരിക്കും ഇക്കാര്യത്തിലും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും തുടരുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട് 7 തവണ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായ ഷിബു സോറന് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. 7 തവണയും ഹാജരാകാതിരുന്നതിന് 8ാമത്തെ തവണ ഇത് അവസാനത്തെ മുന്നറിയിപ്പാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നു. അറസ്റ്റ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ യാതൊന്നും സംഭവിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇഡിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഇങ്ങനെ ഒരു നോട്ടീസ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ മാത്രമാണ് എന്നുള്ള വിലയിരുത്തലാണ് ആം ആദ്മി പാർട്ടിയും കൂടാതെ അരവിന്ദ് കെജ്രിവാളുമായി അടുത്ത് നിൽക്കുന്ന കേന്ദ്രങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും 4ാം തവണയും വീണ്ടും ഇഡി നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തായാലും ഇതിലും മറുപടി പറയാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാനോ അരവിന്ദ് കെജ്രിവാൾ എന്തായാലും സാധ്യതയില്ല. വിനിഷ.